മൂന്നാമത് ഏറ്റവും പ്രധാനമാണ്. പ്രീമിയം ലിവബിൾ ടൂറിസവും സിൽവർ എക്കോണമിയും വലിയ തോതിൽ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. നമ്മളിപ്പോഴും ഹോം സ്റ്റേകളും ഹൗസ് ബോട്ടുകളും പോലെയുള്ള പഴയ ടൂറിസം പാക്കേജിലാണ് ജീവിക്കുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ മികച്ച കാലാവസ്ഥയും ആരോഗ്യ സംവിധാനങ്ങളുമാണ്. ലോകമെമ്പാടുമുള്ള സമ്പന്നരായ മുതിർന്ന പൗരന്മാർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ റിട്ടയർമെന്റ് വില്ലേജസ് അഥവാ സിൽവർ എക്കോണമി ഹബ്ബുകൾ നിർമ്മിക്കണം. നാലാമത്തേത് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ആൻഡ് IPR മോണിറ്റൈസേഷൻ കൊണ്ടുവരിക എന്നതാണ്. കേരളം സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ രാജ്യത്ത് മുൻപന്തിയിലാണ്. എന്നാൽ ഈ സ്റ്റാർട്ടപ്പുകൾ വളർന്ന് IPOയിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ ഫണ്ടിംഗ് നേടുമ്പോഴോ അതിൻ്റെ സാമ്പത്തിക ലാഭം ബാംഗ്ലൂരുവിലേക്കോ ഡൽഹിയിലേക്കോ ആണ് പോകുന്നത്. കാരണം അവരുടെ ഹെഡ് ഓഫീസുകൾ അവിടെയാണ്. അതിന് പരിഹാരമായി റിവേഴ്സ് ഫ്ലിപ്പിംഗ് പ്രോത്സാഹിപ്പിക്കണം. വിജയിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അവരുടെ കോർപ്പറേറ്റ് ആസ്ഥാനം കേരളത്തിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നികുതി ഇളവുകൾ നൽകിയും അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തും റോയൽറ്റി വരുമാനം സംസ്ഥാനത്തിന് ഉറപ്പാക്കാം.